കൂടി നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പോകേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു വാദ്യം മേളം അടുത്തടുത്ത് വരുന്ന ശബ്ദം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു. ഗജവീരന്മാർ എഴുന്നള്ളുന്നു. ഇതാ ഏറ്റവും മുൻപിൽ ആ തിടമ്പേന്തിക്കൊണ്ട് ഒരു വലിയ ഒരു ഗജവീരൻ ഇങ്ങനെ മന്ദം വരികയാണ്. അതിന് പിന്നാലെ മറ്റ് ആനകളുമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പൂരവും ഇപ്പുറത്തു നിന്നും അടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും പൂരങ്ങൾ പരസ്പരം അല്ലെ ആ ഒരു ഗജവീരന്മാർ തമ്മിൽ അടുത്തടുത്ത് വന്ന് അവസാനം ഈ ഒരു സന്നിധിയിൽ വടക്കുന്നാഥന്റെ ഈ സന്നിധിയിലെത്തി പിന്നീട് ഉപചാരം ചൊല്ലിപ്പേയും അതിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തീർച്ചയായും റിയാസ്, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഇന്ന് അവസാനിക്കുകയാണ്. ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെയാണ് പൂരാവേശത്തിന് കൊടിയിറങ്ങുന്നത്. കുടമാറ്റമായാലും വെടിക്കെട്ടുമായാലും വർണ്ണവിസ്മയമായിരുന്നു തൃശ്ശൂർ നഗരിയിൽ തീർത്തതല്ലേ? കൂടുതൽ അടുത്തിരിക്കുകയാണ് ആ ഒരു ഗജവീരന്മാരുടെ ആ വരവിത അടുത്തടുത്ത് വരികയാണ്. ഇനിയിപ്പോ നമുക്കിവിടെ നിൽക്കുക അസാധ്യമാകുന്ന ഒരു രീതിയിലേക്ക് ഗജവീരന്മാർ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നേരെ ഈ സന്നിധി ലക്ഷ്യമിട്ട് വരികയാണ്. അവർ അടുത്തടുത്ത് വരികയാണ്. അതിന് മേളക്കൊഴുപ്പിന്റെ ഒരു അകമ്പടിയുണ്ട്. ഇവിടെ ആളുകളുണ്ട്. എവിടെ നിന്ന് വരുന്നു? പരന്തരപ്പള്ളി. എല്ലാ വർഷവും പൂരത്തിന് വരാം. പിന്നെ എത്ര വർഷമായി പൂരത്തിന് വന്നത്? ചെറുപ്പം മുതലേ വരാറുണ്ട്. ആഹാ, എന്താ പേരെന്താ? ആദിദേവ്. ശ്രീഹരി. എന്റെ മക്കളാണോ? മകളുടെ പേരെന്താ? ദേവനന്ദ. എങ്ങനെയുണ്ട് പൂരമൊക്കെ കണ്ടോ? എല്ലാ ദിവസവും വന്നോ? തൃശ്ശൂർക്കാരുടെ പൂരം ഇന്നാണ്. ഇനിയിപ്പോ നമുക്ക് അധികം സ്പേസ് ഇവിടെ ഇല്ല. അതെ, അങ്ങോട്ടും പരസ്പരം ഇനിയിപ്പോൾ ഈ ഗജവീരന്മാർ വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. മാറിക്കൊടുത്തില്ലെങ്കിൽ ഗജവീരന്മാർക്ക് അറിയില്ലല്ലോ ഇത് നമ്മളാണ് എന്ന്. മാധ്യമപ്രവർത്തകരാണെന്ന് അവർക്കറിയില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് പക്ഷെ ആ മനോഹരമായൊരു കാഴ്ച ഇപ്പോഴിതാ ഈ ഒരു നടപ്പന്തലിലേക്ക്, ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നടപ്പന്തലിലേക്ക് ഗജവീരന്മാർ, ഒരു ഭാഗത്തു നിന്നുള്ള ഗജവീരന്മാർ പ്രവേശിച്ചിരിക്കുന്നു. ചില ഗജവീരന്മാർ തുമ്പിക്കൈ ഉയർത്തി അവരുടെ വരവറിയിക്കുന്നു. അവരുടെ ആനപ്രേമികളായിട്ടുള്ള ആരാധകരെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേളം കൊട്ടും വാദ്യമേളങ്ങളുടെ വാദ്യമേളങ്ങൾ കൊട്ടും അതിനുശേഷമായിരിക്കും ആ ഒരു ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ഒരു ചടങ്ങിലേക്ക് കിടക്കുക. ആ ഒരു വാദ്യമേളം കുറച്ചധികം നേരം തുടരും. ആ ഒരു വാദ്യമേളം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജനങ്ങൾ മൊത്തം ഇവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു തിടമ്പേറ്റിയ പ്രധാനപ്പെട്ട ഗജവീരൻ രണ്ട് ആനകളും വന്ന് പരസ്പരം ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ ഒരു ചടങ്ങുണ്ടാകുക. നിലവിൽ ഇപ്പോൾ ഈ രണ്ടുപേരും അവരവർക്കായിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് വാദ്യമേളങ്ങൾ കൊട്ടി പൂരപ്രേമികളെ ആസ്വദിപ്പിച്ചിട്ടാണ് അവസാനം ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ഒരു ചടങ്ങ്. തിരുവമ്പാടിയും ഇങ്ങനെ അടുത്തടുത്ത് എത്തുകയാണ്. ഗജവീരന്മാരുടെ വരവോടുകൂടി കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ടല്ലോ റിയാസ്. ഈ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം വരുന്നു എന്നുള്ളതാണ്. മഴയുടെ അന്തരീക്ഷമല്ല, അടുത്ത ചൂട് മാറി നിൽക്കുന്നു. ഒരുപക്ഷെ മഴയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക്, കാരണം ഒരുപാട് ആളുകൾ, ജനസഹസ്രങ്ങളാണ് ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം പൂരമാണ് ഇത്. നമുക്ക് ഈ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ച. സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആളുകൾ തിങ്ങി നിറയുന്നു. ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് പൂരം അത് കടക്കുകയാണ്. ആ കടന്ന് വരുന്ന സമയത്ത് ഇവിടെ ആളുകൾ ആ മേളം കേൾക്കാനായി അങ്ങോട്ടേക്ക് തടിച്ചുകൂടുന്നു. ചില ആളുകൾ ഈ ഭാഗത്തേക്കും പോകുന്നു. അതായത് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മേളങ്ങൾ പ്രത്യേകം ആസ്വദിക്കാനായി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച. ആ മേളം തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ആ മേളത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം.
പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇന്ന് അവസാനിക്കും. ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരാവേശത്തിന് കൊടിയിറങ്ങും. പകൽപൂരം പുരോഗമിക്കുകയാണ്. ജനസാഗരമാണ് തൃശൂർ നഗരിയിൽ ഉള്ളത്.